ഇന്ന് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആക്രമണം നടന്നത്. വ്യാഴാഴ്ച നെതന്യാഹു ടെമ്പിൾ മൗണ്ടിലെ ഒരു സന്ദർശനം നടത്തി. അവിടെ വിലാപത്തിൻ്റെ മതിലുണ്ട്. വിലാപത്തിൻ്റെ മതിലെന്ന് പറഞ്ഞാൽ അവിടെ യഹൂദരുടെ യഹോവയെ ആരാധിക്കുന്ന 2 ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ഈ 2 ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടു. ആ തകർത്തിട്ട് അതിൻ്റെ മുകളിലാണ് അൽ ഹക്സ മോസ്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മുസ്ലിമുകൾ. അവർ എവിടെയും ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങൾ തകർത്തിട്ട് അതിൻ്റെ മുകളിൽ മോസ്ക് ഉണ്ടാക്കുക എന്നുള്ളത് ലോകത്തെമ്പാടും ഇവരുടെ ഒരു രീതിയാണ്. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ജൂതന്മാർ പോകാറില്ല. അപ്പോൾ കുറച്ചായിട്ട് നെതന്യാഹു അവിടെ എല്ലാം തുറന്നു കൊടുത്തു. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ജൂതന്മാർക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ അവിടെ കയറാം. ഇവർക്ക് മിണ്ടാട്ടില്ല. അവിടെ ചെന്നിട്ട് ആ വിലാപത്തിൻ്റെ മതിലിൽ കൈവച്ച് ഈ ജൂതന്മാർ പ്രാർത്ഥിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് ക്രിസ്ത്യാനികളൊക്കെ ഈ വിലാപത്തിൻ്റെ മതിൽ പോയി കാണുകാറുണ്ട്. അത് അവരുടെ ഒരു സങ്കടമാണ്. ഞങ്ങളുടെ ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടു, ഇനി 3ാമത്തെ ദേവാലയം ഉണ്ടാവണം. അങ്ങനെ 3ാമത്തെ ദേവാലയം ഒലിവ് മലയിൽ യേശുദേവൻ വരുന്ന കാലത്ത് 3ാമത്തെ ദേവാലയം സൃഷ്ടിക്കപ്പെടുമെന്നും പിന്നെ 1000 വർഷം യേശുവിൻ്റെ ഭരണമുണ്ടാകുമെന്നൊക്കെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട്. അത് ജൂതന്മാർക്കും അറിയാം. അപ്പോൾ ആ വിലാപത്തിൻ്റെ മതിലെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സങ്കടത്തിൻ്റെ പ്രതീകമാണ്. കാരണം അവരുടെ തകർക്കപ്പെട്ട സംസ്കാരത്തിൻ്റെ അവശേഷിപ്പ് ഈ മതിൽ മാത്രമേ ഉള്ളൂ. 2 ദേവാലയങ്ങളുണ്ടായിരുന്നു ഹെറോഡോട്ടസിൻ്റെയൊക്കെ കാലം മുതൽ, സോളമൻ്റെ ദാവീദിൻ്റെയൊക്കെ കാലം മുതൽ. ഈ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. അവിടെ ഇന്നലെ നാടകീയമായി നെതന്യാഹു പോയിട്ട് അവിടെ കൈവച്ചു പ്രാർത്ഥിക്കുകയും അതിൻ്റെ കുറിപ്പ് എഴുതി അവിടെ വെച്ചു. കുറിപ്പിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഹി ഷാൽ റൈസ് ലൈക്ക് എ ലയൺ എന്ന് എഴുതി വെച്ചു. അത് അവനൊരു സിംഹത്തെ പോലെ ഉണർന്നു വരും എന്ന് പറയാം. അതൊരു ബൈബിൾ വചനമാണ്. ബൈബിളിൽ പറയുന്ന ഒരു വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് നെതന്യാഹു എഴുതി വെച്ചത്. അത് നമ്മൾ അപ്പോൾ സ്വാഭാവികമായി നെതന്യാഹു അവിടെ പോയി ഇതിനു മുമ്പ് പലരും പോയിട്ടുണ്ട് എന്നേ കരുതിയുള്ളൂ. മാത്രമല്ല ഒരിക്കലും ആരും കരുതിയില്ല ഇന്ന് പുലർച്ചെ ഇസ്രയേൽ ഇറാഖിന് നേരെ ആക്രമണം നടത്തുന്നത്. കാരണം ഞായറാഴ്ച അമേരിക്ക ഇടപെട്ട 6ാം റൗണ്ട് ചർച്ച നടക്കുകയാണ്.